ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നദീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണിച്ച് അസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് ഇതാ കട്ടൻ ചായ ഉണ്ടാക്കാൻ കേട്ടോ. പാലൊഴിച്ച ചായയോട് വലിയ താല്പര്യമില്ല കേട്ടോ, അതാട്ടോ ഞാൻ കട്ടൻ ചായ കുടിക്കുന്നത്. കട്ടൻ ചായ കുടിച്ചാലാണ് ആ ഉറക്കമപ്പൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. ഇക്കല്ലാട്ടൊക്കെ പുറത്ത് പോയിരിക്കാണ്. പിന്നെ മോള് ചായ കുടിക്കില്ല. മോൻ പിന്നെ വന്നിട്ടില്ല കേട്ടോ സ്കൂളിട്ട് വരുമ്പോഴേക്കും അവന് എന്തെങ്കിലും കഴിക്കാൻ വേണം കേട്ടോ. അപ്പം ഇന്ന് ദോശമാവുണ്ട്, അപ്പോൾ ദോശ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാനത് അതിനുള്ളൊരു ചമ്മന്തിയൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. ചമ്മന്തിൻ്റെ മസാലയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അതിന് ഞാനിത് അരച്ചെടുക്കുകയാണ്. ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഴുകാനുള്ള പാത്രങ്ങൾ ഞാൻ അപ്പം തന്നെ കഴുകി വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ നല്ലൊരു പണി കിട്ടും. വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ മൽബരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ജാം ഉണ്ടാക്കാൻ പോവുകയാണ്. 2-3 ദിവസമായിട്ടോ കൊണ്ടുവന്നിട്ട് അത് ഉണ്ടാക്കാനുള്ള ഒഴിവ് കിട്ടാഞ്ഞിട്ടായിരുന്നു കേട്ടോ. എന്നിപ്പം എന്തായാലും അത് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത്രയും മൽബറി ഉണ്ട് കേട്ടോ, ഞാൻ അതിനെ ആദ്യം ഒന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകി വെച്ച മലബാറിനെ നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. മലബറി അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. മലബറിയൊക്കെ ഞാനിതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ജ്യൂസറിനൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റുകയാണ്. എൻ്റെ കുഞ്ഞടുക്കളയാണ് കേട്ടോ, അതുകൊണ്ട് മിക്സിങ് ഗ്രൈൻഡറൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് ആവശ്യം കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറ്റി വയ്ക്കും കേട്ടോ. ഞാൻ ജാം ഉണ്ടാക്കുന്നത് ഈ പാനിലാണ് കേട്ടോ, അതിനൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മൽബറി ജ്യൂസിലൊന്ന് അരിച്ചെടുക്കാം. സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ജ്യൂസിനൊക്കെ ഞാനിതാ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേസ്റ്റാണ് കേട്ടോ, ഇതിനെ അങ്ങോട്ട് കളയാം. അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്ക് കിട്ടിയ ജ്യൂസിനനുസരിച്ചിട്ടാണ് കേട്ടോ മധുരം ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഞാനിതാ ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമ്മുടെ ജ്യൂസിനെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അതവിടെ അടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ജ്യൂസിനൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ മോള് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ദോശയൊക്കെ ചുട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജാമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പൂച്ചക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അവളൊരു മഗ്‌രിബ് ആകാനാകുമ്പോഴാട്ടോ വരുള്ളൂ. വന്ന് എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ പോകും ചെയ്യും കേട്ടോ. ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ജാമിനെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾക്ക് ലൂസായിട്ട് തോന്നുന്നുണ്ടാവും. ഇത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാട്ടോ അത് കട്ടിയാവുള്ളൂ. പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും പാനിലെ ജാമൊക്കെ ഇതാ കട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതുപോലെ കട്ടി പിടിക്കും. അങ്ങനെ ജാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനെ ഇനി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും മോന് സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അവനുള്ള ദോശയും കൂടി അങ്ങോട്ട് ചുട്ടു കൊടുക്കുകയാണ്. പിന്നെ വൈകുന്നേരത്തേക്കുള്ള കറി ചൂടാക്കൽ, ചോറ് ചൂടാക്കൽ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയിൽ കൂടെ.
അത് കഴിയുമ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. ഇക്ക നിസ്കരിക്കാൻ കേട്ടോ. ഞാനും അങ്ങനെ നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഓതലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബ്രെഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ ഞാനിതാ നാളെ പത്തിരിക്കുള്ള ഉള്ളിയും തേങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. തേങ്ങ വെള്ളം കണ്ടാൽ അത് മോൾക്ക് വേണം കേട്ടോ. അവൾക്കത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതാ തേങ്ങനെയും ഉള്ളിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാക്ക ബ്രെഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജാമൊക്കെ ഇതാ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതാ ബ്രെഡൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും ജാമാക്കി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രെഡും ജാമും കൂടെ കഴിക്കാൻ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. ഈ മാപ്പാക്കും ഉമ്മാക്കും കുട്ടികൾക്കൊക്കെ ഉള്ളതും കൂടെ അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കൊടുത്തു വിട്ട ശേഷം ഞാനും കൂടെ അങ്ങോട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ജാമ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.